തിരുവനന്തപുരത്ത് CPIM മത്സരിച്ച 4 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം എന്ന വിലയിരുത്തലാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ഓരോ ജില്ലയിലും അവലോകനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നെയ്യാറ്റിൻകര, അരുവിക്കര, കാട്ടാക്കട, നേമം മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയിൽ ആശങ്കയുണ്ട് എന്നാണ് പറയുന്നത്. എങ്കിലും 4 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം എന്നതും ഇതിനോടകം പറയുന്നുണ്ട്. നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും കാട്ടാക്കടയിലും നേമത്തും ആണ് വിജയ സാധ്യതയിൽ ആശങ്ക ഉള്ളത്. പൊതു സ്വതന്ത്രർ മത്സരിച്ച തിരുവനന്തപുരം, കോവളം സീറ്റുകളിലും വിജയപ്രതീക്ഷ കുറവാണെന്ന് പറഞ്ഞു. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേർന്നു. സ്റ്റെഫിൻ, വലിയ ആത്മവിശ്വാസം തുടക്കത്തിലെ പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും നേരിയ ആശങ്കകളൊക്കെ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. എന്താണ് വിശദവിവരങ്ങൾ സ്റ്റെഫിൻ? മോത്തി, ഏതായാലും നാളെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള വിശകലനം നാളെ മുതൽ ഏതായാലും ഔദ്യോഗികമായി തുടങ്ങും. ഇപ്പോൾ ജില്ലാ തലങ്ങളിൽ ചർച്ചകൾ നടന്നു വരികയാണ്. നേതാക്കൾ തമ്മിൽ മണ്ഡലം കമ്മിറ്റികളുടെ കണക്കൊക്കെ എടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് നടന്നു വരുന്നത്. ഏതായാലും 14 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ ഒരെണ്ണം മാത്രമാണ് കോൺഗ്രസിന് അനുകൂലമായിട്ട് തിരുവനന്തപുരത്തുള്ളത്. ബാക്കിയെല്ലാം CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റുകളിൽ ചിലതിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും നേമം, അരുവിക്കര, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളിൽ, നെയ്യാറ്റിൻകര തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഒരു വിജയസാധ്യതയ്ക്ക് ചെറിയ തരത്തിലുള്ളൊരു ആശങ്ക CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അഥവാ ജയിച്ചു കയറിയാലും വലിയ ഭൂരിപക്ഷം ഒന്നും തന്നെ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. ഒപ്പം കോവളം, പൊതു സ്വതന്ത്രർ മത്സരിച്ച കോവളവും തിരുവനന്തപുരം സീറ്റിലും ഏതായാലും അത് CPM കൈവിട്ട രീതിയിൽ തന്നെയാണ്. അവിടെ വിജയിച്ച് കയറാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ, പോളിംഗിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. വിജയം ഉറപ്പിച്ചിരിക്കുന്ന 2 മണ്ഡലങ്ങൾ, അതൊന്ന് ആറ്റിങ്ങലും മറ്റൊന്ന് വർക്കലയുമാണ്. VK പ്രശാന്തും ഒരു കടുത്ത മത്സരം നേരിട്ടുവെങ്കിൽ പോലും വട്ടിയൂർക്കാവിൽ ജയിക്കുമെന്നുള്ളതാണ് CPM വിലയിരുത്തുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത് AK സ്റ്റെഫിനാണ്. ചെറിയ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് എങ്കിലും ചിലയിടങ്ങളിലെ വിജയം ഉറപ്പാക്കുന്നു എന്ന് പറയുന്നു. പാറശാല, ആറ്റിങ്ങൽ സീറ്റുകളിലൊക്കെ വിജയം ഉറപ്പാണ് എന്നാണ് CPM പറയുന്നത്. ജില്ലാതലത്തിൽ അവലോകനങ്ങൾ നടക്കുന്നു. പിന്നീടാണ് സംസ്ഥാന തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അവലോകനം പുറത്തേക്ക് വരിക. എങ്ങനെയാണ് ഓരോ സീറ്റുകളും ഓരോ മണ്ഡലങ്ങളിൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ, ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.